നമസ്കാരം, VCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ VC മനോജ്. ആദ്യം പ്രധാന വാർത്തകൾ. അതിശക്തമായ ചുഴലിക്കാറ്റിൽ തെക്കുംകര പഞ്ചായത്തിലെ കരുമത്ര മങ്കര മേഖലയിൽ വ്യാപക നാശനഷ്ടം. മരങ്ങൾ കടപുഴകി വൈദ്യുതി കമ്പികളിലേക്ക് മറിഞ്ഞ് പോസ്റ്റുകൾ തകരുകയും ഗതാഗതം തടസ്സപ്പെടുകയും ചെയ്തു. ഒരു വീട് ഭാഗികമായി തകർന്നു. KSEB അധികൃതരും നാട്ടുകാരും ചേർന്ന് തടസ്സങ്ങൾ നീക്കി വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചു. പൊതുപരീക്ഷയിൽ മികച്ച വിജയം നേടി വടക്കാഞ്ചേരിയിലെ സ്കൂളുകൾക്ക് അഭിമാനമായി മാറിയ വിദ്യാർത്ഥികൾക്ക് അനുമോദനവും ആദരവും നൽകി സ്കൂളുകൾ. വടക്കാഞ്ചേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും വടക്കാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിലും നടന്ന വിജയോത്സവം പരിപാടിയും എൻഡോമെന്റ് വിതരണവും വടക്കാഞ്ചേരി MLA സേവ്യർ ചിറ്റപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. എരുമപ്പെട്ടി കാഞ്ഞിരക്കോട് വില്ലേജിലെ 12 കുടുംബങ്ങൾക്ക് കൂടി സ്വന്തമായി ഭൂമി എന്ന സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. പട്ടയ വിതരണത്തിന് മുന്നോടിയായി തലപ്പള്ളി താലൂക്ക് തഹസിൽദാർ രാജേഷ് മാരാത്ത് സ്ഥലങ്ങൾ സന്ദർശിച്ചു. ജൂലൈ 15 നടക്കുന്ന പട്ടയമേളയിൽ പട്ടയങ്ങൾ വിതരണം ചെയ്യും. വടക്കാഞ്ചേരി ചേലക്കര നിയോജക മണ്ഡലങ്ങളിലായി 1010 പട്ടയങ്ങളാണ് വിതരണം ചെയ്യുന്നത്. ദേശമംഗലത്ത് വീടിന് മുകളിൽ തെങ്ങ് വീണ് കിടപ്പ് രോഗിയായ വയോധികൻ ഉൾപ്പെടെ 3 പേർ അത്ഭുതകരമായി രക്ഷപ്പെട്ടു. തലപ്പള്ളി താലൂക്ക് തഹസിൽദാരുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ഥലം സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തി. വെള്ളിയാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് അപകടമുണ്ടായത്. പഴയന്നൂരിൽ പശുവിനെയും വയോധികനെയും മരിച്ച നിലയിൽ കണ്ടെത്തി. പഴയന്നൂർ വടക്കേത്തറ ചോലക്കൽ വീട്ടിൽ 64 വയസ്സുള്ള കുമാരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു.